അയ്യോ പട്ടി, പട്ടി, അയ്യോ നമ്മളെ കടിക്കാൻ വരുവാ. എന്തു പറ്റി മക്കളെ, എന്താ ഓടുന്നേ? അവിടെ കൊറേ പട്ടിങ്ങള്, ഞങ്ങക്ക് പേടിയാ. എന്ത് ചെയ്യാനാ മക്കളെ, തെരുവട്ടികളെ കൊണ്ട് വലിയ ശല്യമാണ്. ഇവിടെ കുറെ പട്ടി സ്നേഹികളുണ്ടല്ലോ, പട്ടികളെ തൊട്ടാലേ അവരോട് വിപ്ലവം ഉണ്ടാക്കും. ആ വീട്ടിലുള്ള അങ്കിള് എപ്പോഴും ഫുഡ് കൊടുക്കും. ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ. ഈ പട്ടികളെല്ലാം ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് അതുകൊണ്ടാ. ഞങ്ങക്ക് ട്യൂഷന് പോണം. സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട, അങ്കിള് കൊണ്ടാക്കാം. വാ അനിയൻ ചേട്ടാ, ഇത് ഞാനാ ദാസപ്പൻ. എന്താണ് ദാസപ്പ? ഞാൻ ടൗൺ വരെ ഒന്ന് പോവാൻ നിൽക്കുക. എനിക്ക് അത്യാവശ്യമായിട്ട് ചേട്ടനെ ഒന്ന് കാണണം. ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് വരിക. നിങ്ങൾ കയറി വാ. ചേട്ടാ, ഇവിടെ പട്ടിയുണ്ടോ? ഇവിടെ ഇല്ല. അതെന്താ? അതൊക്കെ വല്ലാത്ത ശല്യാണ്, എപ്പോഴും കുറയാൻ പോകളോ. ഇനിയിപ്പോ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചാലോ അതൊന്നും നടക്കില്ല. പട്ടികളെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേട്ടാ ഈ പട്ടികൾക്ക് പുറത്തു കൊണ്ടേ ഭക്ഷണം കൊടുക്കുന്നേ? അത് പിന്നെ ഫുഡിന്റെ വേസ്റ്റ് എവിടെ കളയും. ഇതാകുമ്പോ ഫുഡിന്റെ വേസ്റ്റ് പോവുകയും ചെയ്യും, പട്ടിയുടെ വിശപ്പും മാറും. ചേട്ടന്റെ ബുദ്ധിയുള്ള നാട്ടുകാർ ചേട്ടനെതിരെ പരാതി കൊടുക്കാൻ പോവാ. എന്തിന്? ചേട്ടന്റെ പട്ടി സ്നേഹം കാരണം നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുക, ചെവിയും മൂക്കും വരെയാണ് കടിച്ചോണ്ട് പോകുന്നത്. ഒരു കുട്ടികൾക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കണമാണോ ഇത്ര വലിയ പ്രശ്നം? ചേട്ടനറിയാമോ, ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം 36,000 പേര് കൂടുതലാണ് പട്ടികടി കൊണ്ടത്. അതിൽ തന്നെ 20ഓളം പേര് കൂടുതൽ പേവിഷബാധയായിട്ട് മരിച്ചിട്ടുണ്ട്, അറിയാമോ? ദാസപ്പ, മനുഷ്യനെ മാത്രം സ്നേഹിച്ചാ പോരാ, മൃഗങ്ങളെ സ്നേഹിക്കണം. ചേട്ടൻ അങ്ങനെ പറയാം. ചേട്ടനും ചേട്ടന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം കാറിലല്ലേ യാത്ര, റോഡിലിറങ്ങി നടക്കുന്നില്ലല്ലോ. അപ്പം മൃഗസ്നേഹിയാവാം. ഞങ്ങളെപ്പോലെ റോഡിലിറങ്ങി നടക്കുന്നവർക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ചേട്ടാ, തെരുവുകളെ പട്ടികൾക്ക് കൈയടക്കാനുള്ളതല്ല, അത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. അതെ, ഇന്ന് മുതൽ ചേട്ടനെ ആ പട്ടി സ്നേഹം മാറ്റി വെച്ച് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യ സ്നേഹിയാവാൻ നോക്ക്. ആലോചിക്കാം. ആലോചിച്ചാൽ പോരാ, ചേട്ടൻ എപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം. ഈ പട്ടി സ്നേഹികളായ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ അപകടമോ വന്നാൽ ഓടിയെത്താനായിട്ട് ഒരു പട്ടിയും ഉണ്ടാവില്ല. അപ്പോഴും സഹജീവികളായ മനുഷ്യർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ചേട്ടാ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എനിക്കൊരു 5,000 രൂപ വേണമായിരുന്നു. ഞാനിതൊരു ആവശ്യത്തിന് വച്ചിരുന്നാ, നീ പിന്നെ ആദ്യമായിട്ട് ചോദിക്കല്ലേ, എപ്പോൾ തിരിച്ചു വരും? ചേട്ടൻ ഇപ്പോൾ ഒരു മനുഷ്യ സ്നേഹി ആയില്ലേ, അപ്പൊ പിന്നെ ചേട്ടനെതിരെ നാട്ടുകാരെ വരാതെ ഞാൻ പിൻവലിപ്പിച്ചോളാം. അതുപോലെ ദാസപ്പ, അപ്പൊ ഈ രൂപ